സ്നേഹസമ്പന്നരെ, സരിഗ കാസറ്റിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്ന ഈ കഥയുടെ പേര് കിഡ്നി. ഇത് മനുഷ്യരുടെ കഥയാണ്. പുഴകളും മലകളും പൂമരങ്ങളും വയലുകളും നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിന് കിട്ടിയ സ്ത്രീധനമാണ്. ആ പഞ്ചായത്ത് റോഡിന്റെ ഓരത്തിലുള്ള ഒരു വീടിനുള്ളിൽ അതാ ഒരു ബഹളം. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇത് നടക്കത്തില്ലടാ, ഞാൻ ജീവിച്ചിരിക്കുമ്പം ഇത് നടക്കത്തില്ല. അതൊരലർച്ചയായിരുന്നു. അയലത്തുള്ളവരും വഴിയെ പോയവരും ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കി. ചുവന്നു തുടുത്ത് വിറയാർന്ന് ജ്വലിക്കുന്ന കണ്ണുകൾ. മനസ്സിന്റെ സമനില തെറ്റി അദ്ദേഹം അലറുന്നു. 1000 പേരോട് ഗുസ്തി പിടിച്ച് തളർന്ന ഫയൽവാന്റെ കിതപ്പോടെ ആ വീട്ടിലുള്ളവരെല്ലാം കതകിന്റെ ഇടയിലും കട്ടിലിനടിയിലും പത്തായത്തിനുള്ളിലും തട്ടിന് പുറത്തും കമുകിന് മറവിലും ഒളിച്ചിരിക്കുകയാണ്. തടസ്സം പിടിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് ആ സാഹസത്തിന് അവരാരും മുതിരുന്നില്ല. എങ്കിലും ചിലർ മുതിർന്നു. എടാ, ഞാൻ മറ്റാരുമല്ല, അവളുടെ അപ്പനാ. മാനമര്യാദയായിട്ടാ എൻ്റെ മകൾ ജീവിക്കുന്നത്. എനിക്ക് പണമില്ലെന്നേ ഉള്ളൂ, പക്ഷേ കൂലിപ്പണി ചെയ്യാനറിയാം, അതിനുള്ള ആരോഗ്യമുണ്ട്. മേലിൽ എൻ്റെ മകളെ കണ്ടെന്നോ സംസാരിച്ചെന്നോ അറിഞ്ഞാൽ ഇടിക്ക് നിന്റെ കിഡ്നാപ്പ് ഞാൻ ഇളകും. എന്റെ പൊണ്ണി ചേട്ടാ, അവിടെ ഇരിക്കരുത്. അവിടെ കൃഷ്ണി ഇരിക്കുന്ന സാധനം. നീ മേലെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ കുത്തത്തുള്ളൂ ഞാൻ. ഇനി കല്യാണക്കാര്യം പറഞ്ഞോണ്ട് ഇവിടെ വന്നാൽ പിൻകാലിൽ തൂക്കി ഒരു കുത്തുതരും ഞാൻ. ഈ കാര്യം ചൊല്ലി ഈ വാതിലിൽ വന്നാൽ പിൻകാലിൽ തൂക്കി ഒരു കുത്തുതരും ഞാൻ. ഈ കാര്യം ചൊല്ലി ഈ വാതിലിൽ വന്നാൽ കത്തിക്ക് കുത്തിമറിച്ച് മണിമലയാറ്റി അറിയാതെ നിൻ ശവം താഴ്ത്തിടും ഈ നിമിഷം. നിൻ കാലിൽ തൂക്കി ഒരു കുത്തുതരും ഞാൻ. ഈ കാര്യം ചൊല്ലി ഈ വാതിൽ വന്ന മലബാറിൽ പോയപ്പം നീ എൻ്റെ വീട്ടിൽ മനഃപൂർവ്വം വന്നത് ഞാൻ അറിഞ്ഞല്ലോ. മലബാറിൽ പോയപ്പം നീ എൻ്റെ വീട്ടിൽ മനഃപൂർവ്വം വന്നത് ഞാൻ അറിഞ്ഞല്ലോ. മര്യാദക്കാണേ മര്യാദക്കാരൻ, അല്ലെങ്കിൽ കുത്തിന് കുത്തുടൻ വെട്ടിന് വെട്ടുടൻ വാറുങ്ങി. ഉടനീളം ഇവിടെ ഒഴുക്കും തറയിൽ നീ കേട്ടോ, പെടലി കടിച്ചു പറിച്ചെറിയും വഴിയിൽ. നിൻകാലിൽ തൂക്കി ഒരു കുത്തുതരും ഞാൻ. ഈ കാര്യം ചൊല്ലി ഈ വാതിലിൽ വന്നാൽ കത്തിക്ക് കുത്തിമറിച്ച് മണിമലയാറ്റി അറിയാതെ നിൻ ശവം താഴ്ത്തിടും ഈ നിമിഷം. നിൻ കാലിൽ തൂക്കി ഒരു കുത്തുതരും ഞാൻ. ഈ കാര്യം ചൊല്ലി ഈ വാതിൽ വന്ന. ഇതെല്ലാം കേട്ട് കുനിഞ്ഞ ശിരസോടെ ആ യുവാവ് നടന്നകുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് പങ്കജാക്ഷൻ. സൗമ്യനാണ്, സാധുവാണ്, സാധാരണക്കാരനാണ്. 10-25 വയസ്സുള്ള ആകാരത്തിലും സൗന്ദര്യത്തിലും വലിയ തെറ്റില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. ആ ഗ്രാമത്തിലെ റേഷൻ കടയിലെ എടുത്തുകൊടുപ്പുകാരനാണ്, അഥവാ സെയിൽസ്മാനാണ് മേൽപ്പടി പങ്കജാക്ഷൻ. സ്വദേശം എവിടെയാണെന്ന് അറിയത്തില്ല. എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് ആ നാട്ടിൽ വന്നു.
പങ്കജാക്ഷന്റെ ചുണയും ചുരുറുക്കും കണ്ട് നല്ലവനായ ആ റേഷൻ കടക്കാരൻ പങ്കജാക്ഷനെ ആ കടയിലെ സെയിൽസ്മാനാക്കി. സത്യം പറയാമല്ലോ, പങ്കജാക്ഷൻ ആ കടയുടെ ഐശ്വര്യമാണ്. ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും പങ്കജാക്ഷനെ അറിയാം. തൂക്കത്തിൽ കുറയ്ക്കാത്തത് കൊണ്ട് കസ്റ്റമേഴ്സിനും കൂട്ടാത്തത് കൊണ്ട് കടക്കാരനും പങ്കജാക്ഷനെ ഇഷ്ടമാണ്. കഷ്ടകാലത്തിനാണോ എന്നറിയത്തില്ല, റേഷൻ വാങ്ങാൻ വന്ന ഒരു പെണ്ണിനോട് അവന് ചെറിയൊരു പ്രേമം കലശലായപ്പോൾ അവൻ നേരെ അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിച്ചു. അതിന്റെ ബഹളമാണ് കുറച്ചു മുമ്പ് നമ്മൾ കേട്ടത്. ആ മനുഷ്യന്റെ ഒരേ ഒരു മകൾ പാർവതി, മറക്കരുത്, പാർവതി. അവളെ പങ്കജാക്ഷൻ തന്റെ ഹൃദയത്തിൽ വെച്ച് ആരാധിച്ചു. ഒരു നിമിഷം തന്റെ ഹൃദയേശ്വരിയെ കുറിച്ച് അദ്ദേഹം ഓർത്തു. ഒരു തീക്കനലിൽ ജഗദീശൻ ഊതിയ പോലെ, ഒരു പൊന്തടിയിൽ ശില്പിയൊരാൾ കൊത്തിയ പോലെ. അഴകുള്ള അവൾ രൂപം ഒരു നോക്കു കണ്ടാലുടനെ അറിയാതെ അവരോതും മിസ് ഇന്ത്യയോ. ഒരു തീക്കനലിൽ ജഗദീശൻ ഊതിയ പോലെ, ഒരു പൊന്തടിയിൽ ശില്പിയൊരാൾ കൊത്തിയ പോലെ. അഴകുള്ള അവൾ രൂപം ഒരു നോക്കു കണ്ടാലുടനെ അറിയാതെ അവരോതും മിസ് ഇന്ത്യയോ. കാര്യം ചൊല്ലി നാട്ടാരെ കലഹിപ്പിച്ച് കാര്യങ്ങൾ കാണുന്ന പെണ്ണെ അല്ല. കാണാത്ത കാര്യം ചൊല്ലി നാട്ടാരെ കലഹിപ്പിച്ച് കാര്യങ്ങൾ കാണുന്ന പെണ്ണെ അല്ല. വേഷത്തിൽ പോലും അലങ്കാരങ്ങൾ തുച്ഛം, ഭാവത്തിൽ പോലും ഗമയില്ലെന്നു സത്യം. അപവാദം യാതൊന്നും അവൾ പേരിലില്ലല്ലോ, ഈ മണ്ണിൽ ഇതുപോലെ വേറെ പെണ്ണില്ല. ഒരു തീക്കനലിൽ ജഗദീശൻ ഊതിയ പോലെ, ഒരു പൊന്തടിയിൽ ശില്പിയൊരാൾ കൊത്തിയ പോലെ. അഴകുള്ള അവൾ രൂപം ഒരു നോക്കു കണ്ടാലുടനെ അറിയാതെ അവരോതും മിസ് ഇന്ത്യയോ. ഒരു തീക്കനലിൽ ജഗദീശൻ ഊതിയ പോലെ, ഒരു പൊന്തടിയിൽ ശില്പിയൊരാൾ കൊത്തിയ പോലെ. ഇതേ സമയം ഉമ്മറത്തെ മേശപ്പുറത്ത് കപ്പയും കാപ്പിയും എടുത്തു വെച്ചിട്ട് പറമ്പിൽ കിളയ്ക്കുന്ന ഭർത്താവിനെ പാർവതിയുടെ അമ്മ വിളിച്ചു. പടിക്കൽ കാൽപെരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വളിച്ച ചിരിയോടെ മുൻ പഞ്ചായത്ത് മെമ്പർ കൊടയും മടക്കി കക്ഷത്തിൽ വെച്ചുകൊണ്ട് കയറി വരുന്നു. പാർവതിയുടെ അച്ഛൻ പറഞ്ഞു, ഇരി മെമ്പറേ. പാർവതിയുടെ അമ്മ കൊടുത്ത ചൂട് കാപ്പി ആർത്തിയോടെ ഒരു കവൾ വലിച്ചു കുടിച്ചു. വാ പൊള്ളിപ്പോയി, കണ്ണ് നിറഞ്ഞു തുളുമ്പി. ആരും കാണാതെ കണ്ണ് തുടച്ചു. പിന്നെ മെമ്പർ എന്താ പതിവില്ലാതെ ഈ വഴി? ഓ, ഞാനൊരു കല്യാണാലോചനയായിട്ട് ഇറങ്ങിയതാ. അപ്പോൾ ഈ പണി എന്ന് തുടങ്ങി? ആട്ടെ, എവിടെയാ പയ്യൻ? വൈക്കത്തുണ്ടൊരു പയ്യൻ, ആളൊരു പഞ്ചപാവമാ കേട്ടോ. വൈക്കത്തുണ്ടൊരു പയ്യൻ, ആളൊരു പഞ്ചപാവമാ കേട്ടോ. കാണാൻ ശരുണ്ട്, ജോലിയുമുണ്ട്, ചുറ്റുവട്ടങ്ങളുമേറെ, ചുറ്റുവട്ടങ്ങളുമേറെ. വൈക്കത്തുണ്ടൊരു പയ്യൻ, ആളൊരു പഞ്ചപാവമാ കേട്ടോ. കാണാൻ ശരുണ്ട്, ജോലിയുമുണ്ട്, ചുറ്റുവട്ടങ്ങളുമേറെ, ചുറ്റുവട്ടങ്ങളുമേറെ. അറിഞ്ഞു പോയെന്നാൽ മറ്റുള്ളോരാരേലും ചൂണ്ടിക്കൊണ്ടു പോകും. ജോലിക്കാരനാണെന്നറിഞ്ഞാലുടൻ ആരും പെണ്ണിനെ നൽകും, ആരും
കാശലുണ്ട് ജോലിയുമുണ്ട് ചുറ്റുവട്ടങ്ങളുമേറെ ചുറ്റുവട്ടങ്ങളുമേറെ. ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് മെമ്പർ അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. വെള്ളമെടുക്കാൻ കുടവുമായി പാർവതി പോകുന്നത് കണ്ടപ്പോൾ മെമ്പർ പാർവതിയുടെ അച്ഛനോട് പറഞ്ഞു, കേട്ടാ ചേട്ടാ? ഇല്ല. അല്ല, ഈ പെമ്പിള്ളേര് ഇങ്ങനെ തനിയെ വെള്ളം കോരാൻ വിടരുത്. ആ പെമ്പിള്ളേര് വെള്ളത്തിൽ പോകാനും വെള്ളം കുടിക്കാനും അധികം സമയം വേണ്ടെന്ന്. അവള് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ പോവുക. അല്ല ചേട്ടാ, ഞാൻ ഈയിടെ ഒരു ന്യൂസ് കേട്ടു. നമ്മുടെ പാർവതി കൊച്ചിനെ ആ റേഷൻ കടയിലെ ചെറുക്കൻ വന്ന് പെണ്ണ് ചോദിച്ചെന്നോ ഏതാണ്ട് തോന്നിയാസമൊക്കെ പറഞ്ഞെന്നോ. ഓ, എന്ത് പറയാനാ എന്റെ മെമ്പറെ, ഞാനിവിടെ ഇല്ലാതെ പോയത് അവന്റെ ഭാഗ്യം. ഞാനിവിടെ ഉണ്ടായിരുന്നു. ആട്ടെ, മെമ്പർ അവനെ അറിയുവോ? അറിയുവോന്നോ? ഞാൻ അവനെ ശരിക്കും അറിയും. അവനേ ആഭാസന ആഭാസന അവൻ ജന്മന ഒരാഭാസന. നടക്കട്ടെ മനസ്സുപോൽ നടക്കട്ടെ, ഒരു പാവം പെൺകൊടി തകരട്ടെ. ആഭാസന 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 അവൻ ജന്മന ഒരാഭാസന. നിത്യം പെമ്പിള കയറുന്ന കടയിൽ സർവത്ര കസറുന്ന കോന്തൻ, വല്ലാത്ത സർക്കസു കാട്ടുന്ന കോന്തൻ. തീത്വം നശിക്കുന്നു നാട്ടിൽ, സർവസ്വരൂപിയ ദൈവം സൃഷ്ടിച്ച സംസ്കാരമില്ലാത്ത കാലൻ. പെഴയാ ഫുൾ പെഴയാ, ഒരു തരത്തിൽ പോലും അടുക്കരുതേ. ആഭാസന ആഭാസന അവൻ ജന്മന ഒരാഭാസന. പൈപ്പിൻ ചുവട്ടിൽ വെച്ച് പാർവതിയുടെ കൂട്ടുകാരി അവളോട് ചോദിച്ചു, നിന്റെ കണ്ണെന്താ പെണ്ണെ, കണ്ണാടി വയ്ക്കാത്ത ഗ്യാസ് വെൽഡിങ്ങിന് പോയവരുടെ കണ്ണ് പോലെ വീർത്തിരിക്കുന്നത്? എന്ത് പറയാനാ എൻ്റെ സാവിത്രി, ഓരോരോ കാര്യം ഓർക്കുമ്പം ഉറങ്ങാൻ പറ്റുന്നില്ല. നിന്നെപ്പറ്റി നാട്ടുകാർ പറയുന്നതൊക്കെ നേരാണോടി? എൻ്റെ എടി, ഞങ്ങളുടെ അയൽവക്കത്തെ വയസ്സത്തുള്ള നാണിയമ്മ എല്ലാവരോടും പറഞ്ഞു എൻ്റെ പ്രേമത്തെപ്പറ്റി. മുതുക്കി പറഞ്ഞതാ നാട്ടിൽ മുഴുവൻ അറിഞ്ഞത്, ദേഷ്യം പിടിച്ച് എന്നെ തല്ലാനായി കാലത്തോലക്കയെടുത്തു അച്ഛൻ, കാലത്തോലക്കയെടുത്തു. മുതുക്കി പറഞ്ഞതാ നാട്ടിൽ മുഴുവൻ അറിഞ്ഞത്, ദേഷ്യം പിടിച്ച് എന്നെ തല്ലാനായി കാലത്തോലക്കയെടുത്തു അച്ഛൻ, കാലത്തോലക്കയെടുത്തു. മുതുക്കി പറഞ്ഞതാ നാട്ടിൽ മുഴുവൻ അറിഞ്ഞത്. കൈവേഷം തന്നവൻ നിന്നെ മയക്കി കെട്ടോമിന്നേറ്റതാണോ? കൈവേഷം തന്നവൻ നിന്നെ മയക്കി കെട്ടോമിന്നേറ്റതാണോ? കത്തുതരുന്നത് കാർഡിൽ വച്ചാണോ കടയിലെ ബില്ലാണോ? കോഴിത്തലയിൽ കൂടോത്രം ചെയ്തോ കൺകെട്ട നിന്നെ വളച്ചതാണോ? കോഴിത്തലയിൽ കൂടോത്രം ചെയ്തോ കൺകെട്ട നിന്നെ വളച്ചതാണോ? മുതുക്കി പറഞ്ഞതാ നാട്ടിൽ മുഴുവൻ അറിഞ്ഞത്, ദേഷ്യം പിടിച്ച് എന്നെ തല്ലാനായി കാലത്തോലക്കയെടുത്തു അച്ഛൻ, കാലത്തോലക്കയെടുത്തു. മുതുക്കി പറഞ്ഞതാ നാട്ടിൽ മുഴുവൻ അറിഞ്ഞത്. നിനക്കെൻ്റെ അച്ഛൻ്റെ സ്വഭാവം അറിയാമല്ലോ. അച്ഛനാണെങ്കിൽ പണ്ടൊരു വാടക ഗുണ്ടയായിരുന്നു.
ഏതോ ഒരു മുതലാളിയുടെ ഏർത്ത് വെട്ടൊന്ന് മുറി രണ്ട്. ഇതാണ് അച്ഛൻ്റെ സിദ്ധാന്തം. പണ്ട് അച്ഛൻ അമ്മച്ചിക്കിട്ടൊരു തൊഴിച്ചു. 1.5 ആഴ്ച കഴിഞ്ഞാൽ കാല് മടക്കിയത്. കാരണം എൻ്റെ അമ്മ ഒരു കളരിയാശാന്റെ മകളാ. അമ്മ മർമ്മത്ത് ഞെക്കി. നിന്റെ അമ്മയുടെ അച്ഛൻ്റെ പേരെന്താ പാർവതി? നീ കേട്ടിട്ടില്ലേ നീർക്കാങ്കുഴി ആശാനെന്ന്? ആഹാ, വല്യപ്പൻ ആ പേര് കിട്ടാനൊരു കാരണമുണ്ട്. പണ്ട് ചിത്ര മാർത്താണ്ഡം കായലിൽ ഏതോ അത്യാവശ്യത്തിന് പോയിട്ട് വരുന്ന വഴി അവിടെയുള്ള ആൾക്കാരുമായിട്ട് എന്തോ പറഞ്ഞ് വാക്കുതർക്കമുണ്ടായി. വാക്കുതർക്കം മൂത്ത് ഉണ്ടായി, പിന്നെ തള്ളായി, അടിയായി. അടിയെന്ന് പറഞ്ഞാൽ പോരാ, മുടിഞ്ഞ അടി. അടിക്കിടയിൽ തന്നെ വീണതാണോ അതോ ആരെങ്കിലും എടുത്തെറിഞ്ഞതാണോ എന്നറിയത്തില്ല, വല്യപ്പൻ ആറ്റിൽ വീണു. കളരി ദൈവങ്ങളെയും കാവിലെ അമ്മയെയും മനസ്സിൽ ധ്യാനിച്ച് ഒന്നലറി. പിന്നെ ഒരു നീർക്കാങ്കുഴിയായിരുന്നു. പൊങ്ങുന്നത് 12 മൈൽ അകലെയുള്ള വെച്ചൂരെ കായൽ രാജാവ് എന്നറിയപ്പെടുന്ന മുരിക്കൻ മുതലാളിയുടെ ചിറയല. അന്ന് തൊട്ടാ ആ പേര് വീണത്. അച്ഛനും ശരിക്ക് അടിതടയൊക്കെ അറിയാം. അതൊക്കെ ഓർക്കുമ്പം എന്റെ ചങ്ക് കത്തുക. ആധിയു വലുതായി എന്നാധിയു വലുതായി തലമൊത്തം കറങ്ങുന്നു ഈ നേരത്ത് ഉടലിന് അടിമുടി കോച്ചിടുന്നു മാസങ്ങളായി മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വച്ച് പൂജിച്ച രൂപം മൺകട്ടയോ ആധിയു വലുതായി എന്നാധിയു വലുതായി തലമൊത്തം കറങ്ങുന്നു ഈ നേരത്ത് ഉടനിന്ന് അടിമുടി കോച്ചിടുന്നു മാസങ്ങളായി മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വച്ച് പൂജിച്ച രൂപം മൺകട്ടയോ ആധിയു വലുതായി എന്നാധിയു വലുതായി തലമൊത്തം കറങ്ങുന്നു ഈ നേരത്ത് ഉടലിന് അടിമുടി കോച്ചിടുന്നു പ്രിയ ഫാദർ കാലന കാലടിച്ചാൽ മദറാണിലെ തിരുവാക്കുന്നൊരിയാടില്ല പ്രിയ ഫാദർ കാലന കാലടിച്ചാൽ മദറാണിലെ തിരുവാക്കുന്നൊരിയാടില്ല ഫുൾ ബോട്ടിൽ വിഷമുടൻ വാങ്ങണോ എൻ ലൈഫും ഇന്നതിൽ തേക്കണോ കരയാൻ പിറന്നു വിളിയും തകരാറായി ആധിയോ വലുതായി എന്നാധിയോ വലുതായി തലമൊത്തം കറങ്ങുന്നു ഈ നേരത്ത് ഉടലിന് അടിമുടി കോച്ചിടുന്നു എല്ലാം നേരെയാകും പാർവതി, നീ ധൈര്യമായിരിക്കും. എടീ, നിന്റെ അമ്മ ഇന്നലെ എവിടെയോ ഒരുങ്ങി പോകുന്ന കണ്ടല്ലോ. അതേ, ആരോ അമ്മയോട് പറഞ്ഞു പട്ടണത്തിൽ പ്രശസ്തനായ ഒരു ജ്യോതിഷൻ വന്നിരിക്കുന്നെന്ന്. ചുട്ട കോഴിയെ പറപ്പിക്കും, ഉണക്ക മത്സ്യത്തിന് ജീവൻ കൊടുത്ത് വെള്ളത്തിലൂടെ ഓടിക്കും, കോഴിമുട്ട നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന് അലറുമ്പോൾ കോഴിക്കുഞ്ഞ് പുറത്ത് ചാടും, കടിച്ച പാമ്പിനെ തിരിച്ചു വരുത്തി വിഷം എടുപ്പിക്കും, ശത്രുക്കളെ ചാത്തനെ കൊണ്ട് എറിയിക്കും, വായുവിൽ നിന്ന് തീ ഉണ്ടാക്കും എന്നൊക്കെ ആരോ പറഞ്ഞു. എന്റെ കാര്യത്തെപ്പറ്റി അറിയാൻ പോയതാ. രാത്രി അമ്മ അച്ഛനോട് പറയുന്നത് കേട്ടു. പൊന്നുമോൾക്ക് കഷ്ടകാലം മെയ് മാസം 3 തൊട്ട് രാഹുർദോഷം ക്ഷേത്രത്തിൽ കുളിച്ച് തൊഴുത് നേർച്ചയൊത്തിരി കഴിച്ചിടേണം നിശ്ചയമായിട്ട് മാറും പൊന്നുമോൾക്ക് കഷ്ടകാലം മെയ് മാസം 3
തൊട്ട് രാഹുർ ദോഷം. അതിനാലൊരു വേദനയാ, ശനിയാണേൽ കണ്ടകനാ, അതിനാലൊരു വേദനയാ. പരിഹാരം പലപ്പോഴായി ചെയ്തു തീർക്കണം. ഉള്ളു നീറുന്നു പൊന്നുമോൾക്ക് കഷ്ടകാലം. മെയ് മാസം 3 തൊട്ട് രാഹുർ ദോഷം. പങ്കജാക്ഷൻ ചേട്ടൻ ആദ്യം എന്നെ നോക്കി ചിരിക്കുമായിരുന്നു. പിന്നെ പേര് ചോദിച്ചു. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. ഓരോ വാക്കിലും ഞങ്ങളുടെ ഹൃദയങ്ങൾ അടുത്തു. പിന്നെ കാണാതിരിക്കാൻ മേലെന്നായി. പിന്നെ ആരും കാണാതെ സംസാരിക്കാനും ഹൃദയ രഹസ്യങ്ങൾ കൈമാറാനും ഞങ്ങൾ അവസരങ്ങൾ ഒരുക്കി. പിന്നെ ഇരു ഹൃദയങ്ങളും അധികാരങ്ങളും അവകാശങ്ങളും പറയുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങി. പിന്നെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. പാവത്താനാ പുഞ്ചിരി കണ്ടെന്നാൽ തോന്നൽ വരും. പഠിച്ചവനാണേ പക്കാ ഡീസന്റാണാ പയ്യൻ. പാവത്താനാ പുഞ്ചിരി കണ്ടെന്നാൽ തോന്നൽ വരും. പഠിച്ചവനാണേ പക്കാ ഡീസന്റാണാ പയ്യൻ. നിന്നാണേ നിൻ ചെവിയിൽ പറയാം മന്മഥനിൻ ഉള്ളിൽ കുടിയേറിയ ചങ്കിൽ സ്ഥിരമായി. പാവത്താനാ പുഞ്ചിരി കണ്ടെന്നാൽ തോന്നൽ വരും. പഠിച്ചവനാണേ പക്കാ ഡീസന്റാണാ പയ്യൻ. കത്തിൻ പേരിലയക്കും പൂമാരൻ മുത്തം കത്തിനു നൽകും മുതുരാത്രിക്കും. കത്തിൻ പേരിലയക്കും പൂമാരൻ മുത്തം കത്തിനു നൽകും മുതുരാത്രിക്കും. 1000 തരുണി ചിരിച്ചു നിന്നാലും പാവമ അരികിലോടി വരും. ഞാനിളകുമ്പോൾ ഒരു നുൾ ഷുഗറിൻ വായിലിടും. എന്തെന്തു സന്തോഷമാ. പാവത്താനാ പുഞ്ചിരി കണ്ടെന്നാൽ തോന്നൽ വരും. പഠിച്ചവനാണേ പക്കാ ഡീസന്റാണാ പയ്യൻ. നിന്നാണേ നിൻ ചെവിയിൽ പറയാം മന്മഥനിൻ ഉള്ളിൽ കുടിയേറിയ ചങ്കിൽ സ്ഥിരമാ. പാവത്താനാ പുഞ്ചിരി കണ്ടെന്നാൽ തോന്നൽ വരും. പഠിച്ചവരാണേ പക്കാ ഡീസന്റാണാ പയ്യൻ. വികലാംഗനല്ല, വിക്കില്ല, വിവേകക്കുറവില്ല, വിവരദോഷിയല്ല. വിനയവും വിദ്യാഭ്യാസവും ആവശ്യത്തിന്. വീക്കിലി വാങ്ങിക്കും, വായിക്കും, വിവാഹ കഴിക്കും, വല്ലപ്പോഴും ഒരു വിൽസ് വലിക്കും. വിരിഞ്ഞ നെറ്റി, വിടർന്ന കണ്ണ്, വട്ടമുഖം, വടിവൊത്ത ശരീരം, വെളുത്ത നിറം, വെടി പറയത്തില്ല, എല്ലാം കൊണ്ട് യോഗ്യൻ.
നീ ദൈവത്തോട് പ്രാർത്ഥിക്ക് പാർവതി. അന്ന് രാത്രി തൻ്റെ കിടക്കപ്പായിൽ കിടന്നവൾ പലതും ആലോചിച്ചു. പകൽമാന്യന്മാർ പലരും പലപ്പോഴും പലതും പറഞ്ഞ് ചിരിക്കുന്നു. ഇവരുടെ ശല്യം കാരണം വഴിയെ നടക്കാൻ വയ്യ. പങ്കജാക്ഷൻ ചേട്ടനുമായി അടുപ്പത്തിലാണെന്നറിഞ്ഞത് മുതൽ ശല്യം കൂടുതലായി. എന്നെ രക്ഷിക്കാൻ പങ്കജാക്ഷൻ ചേട്ടൻ എന്നാണ് ഇനി വരുന്നത്? എൻ മണിയറയില് എൻ തഴപ്പായില് എന്നിനി എത്തിയിടും എന്നോർത്തു കിടന്നു എല്ലാരും അറിയുന്നതിൻ മുൻപെൻ കല്യാണം എങ്ങിനെയെങ്കിലും നടത്തിയിടുമോ? എൻ മണിയറയില് എൻ തഴപ്പായില് എന്നിനി എത്തിയിടും എന്നോർത്തു കിടന്നു എല്ലാരും അറിയുന്നതിൻ മുൻപെൻ കല്യാണം എങ്ങിനെയെങ്കിലും നടത്തിയിടുമോ? നാദാപുരം കാവിൽ പൂമാല ചാർത്താം ഞാൻ നാലമ്പലത്തിൻ ചുറ്റും തിരി കൊളുത്താം. നാദാപുരം കാവിൽ പൂമാല ചാർത്താം ഞാൻ നാലമ്പലത്തിൻ ചുറ്റും തിരി കൊളുത്താം. ഓംകാരപ്പൊരുളാകും ഓച്ചിറ ഭഗവാനെ ഓർത്തു ഞാൻ രണ്ടാഴ്ച ഭജനം നോക്കും. എൻ മണിയറയില് എൻ തഴപ്പായില് എന്നിനി എത്തിയിടും എന്നോർത്തു കിടന്നു എല്ലാരും അറിയുന്നതിൻ മുൻപെൻ കല്യാണം എങ്ങിനെയെങ്കിലും നടത്തിയിടുമോ? ഇറച്ചിക്കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്ന കൊടിച്ചുപട്ടികൾ ഇവരെക്കാൾ എത്രയോ ഭേദമാണ്. സ്ത്രീധനവും സ്വർണവും ഒന്നും വേണ്ട, എനിക്ക് പാർവതിയെ മാത്രം മതി എന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ മനസാക്ഷി എത്ര മഹത്വമുള്ളതാണ്. കക്ഷത്തിലിരിക്കുന്നത് പോവുകയും അരുത്, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുകയും വേണം എന്നാണ് ഇവരുടെ സിദ്ധാന്തം. കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കണ്ടാൽ കവലയിലും കലെങ്കിലും കയ്യാലപ്പുറത്തും ഇരിക്കുന്ന കിളവന്മാരടക്കമുള്ളവർ നിധി കണ്ടതുപോലെയാ. പാതിരാത്രി കഴിഞ്ഞപ്പോൾ പാർവതി ഒന്ന് മയങ്ങി. ആരോ രാത്രിയിൽ അവളെ തൊട്ടു വിളിച്ചു. പാർവതി രാത്രിക്ക് ഞെട്ടിയുണർന്നു, പങ്കജാക്ഷൻ പുഞ്ചിരിച്ചു, ഉടലിൽ വൈദ്യുതിയേറ്റതുപോലെ അലറിക്കരഞ്ഞവളവിടിരുന്നു, അന്നലറിക്കരഞ്ഞവളവിടിരുന്നു. പാർവതി രാത്രിക്കു ഞെട്ടിയുണർന്നു, പങ്കജാക്ഷൻ പുഞ്ചിരിച്ചു, ഉടലിൽ വൈദ്യുതിയേറ്റതുപോലെ അലറിക്കരഞ്ഞവളവിടിരുന്നു, അന്നലറിക്കരഞ്ഞവളവിടിരുന്നു. ചൂലും ചിരവയും പാഞ്ഞു വരുന്നത് പാതിര നേരത്ത് കണ്ടു, ചൂലും ചിരവയും പാഞ്ഞു വരുന്നത് പാതിര നേരത്ത് കണ്ടു. ഒച്ചിനെ പോലവൻ ഒച്ച വയ്ക്കാതപ്പോൾ പച്ചിലെ കാട്ടിൽ ഒളിച്ചു. അയ്യോ അയ്യോ അയ്യോ. പാർവതി രാത്രിക്കു ഞെട്ടിയുണർന്നു, പങ്കജാക്ഷൻ പുഞ്ചിരിച്ചു, ഉടലിൽ വൈദ്യുതിയേറ്റതുപോലെ അലറിക്കരഞ്ഞവളവിടിരുന്നു,
അന്നലറിക്കരഞ്ഞ വിളവിടിരുന്നു. ഞെട്ടിപ്പോയ പങ്കജാക്ഷൻ മുട്ടനീരിട്ടത്ത് തട്ടിയും മുട്ടിയും നെട്ടാവട്ടം മൂടി. പിറ്റേ ശനിയാഴ്ച ഒത്തിരി ദിവസം കൂടി റേഷൻ കടയിൽ പോകാൻ അമ്മ പറഞ്ഞപ്പോൾ പാർവതിക്ക് സന്തോഷമായി. പുതിയ മന്ത്രിസഭ അധികാരത്തിൽ കയറിയതിനാൽ അരിയും പഞ്ചസാരയും ഒക്കെ സ്പെഷ്യലുണ്ട്. റേഷൻ കടയിൽ ചെന്നപ്പോൾ ഒരു ആറാട്ടിനുള്ള ആളുണ്ട്. ക്യൂ ആണെങ്കിൽ MC റോഡ് പോലെ നീണ്ടു വളഞ്ഞു കിടക്കുന്നു. പുറത്താണെങ്കിൽ നല്ല മഴ, വെയിലും. കുറുക്കൻ്റെ കല്യാണമാണോ? ആള് കുറഞ്ഞതിന് ശേഷം പങ്കജാക്ഷൻ ചേട്ടനെ തനിച്ചൊന്ന് കാണണമെന്നുണ്ടായിരുന്നതിനാൽ പാർവതി മാറി ഒരു മരച്ചൂട്ടിൽ നിന്നു. ആൾ തിരക്ക് കുറഞ്ഞപ്പോൾ പുറകിലേക്ക് വരാൻ പങ്കജാക്ഷൻ ആംഗ്യം കാണിച്ചു. അവൾ അനുസരിച്ചു. അവളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, പെണ്ണേ, ഇന്നലെ രാത്രി ഞാനാ നിന്റെ വീട്ടിൽ വന്നത്. അപ്പം നീ ഒരൊറ്റ അലറിക്ക. അയ്യോ, അത് ചേട്ടനായിരുന്നു. ഞാൻ കരുതി വല്ല കള്ളന്മാരുമായിരിക്കുമെന്ന്. പാർവതി, എനിക്ക് നിന്നോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ചേട്ടാ. പാർവതി, അമ്മച്ചി വീട്ടിലുണ്ടോ? അച്ചായൻ സ്പോട്ടിലുണ്ടോ? ന്യൂട്ടറിൽ നിന്റെ വീട്ടിൽ ഞാൻ വരട്ടെ. വീട്ടുകാരറിയാതെ 8:30 കഴിയുമ്പോൾ വട്ടമരത്തിൻ ചോട്ടിൽ ഞാൻ വരട്ടെ. അമ്മച്ചി വീട്ടിലുണ്ടോ? അച്ചായൻ സ്പോട്ടിലുണ്ടോ? ന്യൂട്ടറിൽ നിന്റെ വീട്ടിൽ ഞാൻ വരട്ടെ. മുറിബീടി ചുണ്ടിൽ വെച്ച് മുറ്റത്തെ കല്ലിന്മേലെ മുടിയാനായി നിന്റെ അപ്പൻ ഇരിപ്പുണ്ടെങ്കിൽ മുട്ടനൊരു കല്ലെടുത്ത് മുട്ടിനിട്ടെറിഞ്ഞെന്നാൽ മുട്ടനൊരു കല്ലെടുത്ത് മുട്ടിനിട്ടെറിഞ്ഞെന്നാൽ മൂക്കും കുത്തി രാത്രി തോട്ടിൽ മറിഞ്ഞു വീഴും. അമ്മച്ചി വീട്ടിലുണ്ടോ? അച്ചായൻ സ്പോട്ടിലുണ്ടോ? ന്യൂട്ടറിൽ നിന്റെ വീട്ടിൽ ഞാൻ വരട്ടെ. വീട്ടുകാരറിയാതെ 8:30 കഴിയുമ്പോൾ വട്ടമരത്തിൻ ചോട്ടിൽ ഞാൻ വരട്ടെ. അവൾ റേഷനും വാങ്ങി മടങ്ങി. രാത്രിയാകാൻ ഒത്തിരി കാത്തിരുന്നു. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. രാത്രിയായപ്പോൾ മനസ്സിൽ വെപ്രാളവും ഭയവും ആദിയും ഒന്നിച്ചു തോന്നി. ഹൃദയമാണെങ്കിൽ സെക്കൻഡിൽ 1000 പ്രാവശ്യം ഇടിക്കുന്നത് പോലെ. ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണ്. കഷ്ടകാലത്തിന് മുടിഞ്ഞ മഴയും ഇടിയും മിന്നലും. ഒരു തുള്ളിക്ക് 1.5 കുടം വെച്ച് മഴ പുറത്ത് തകർക്കുന്നു. വീട്ടിലെല്ലാവരും ആ തണുപ്പത്ത് സുഖമായി ഉറങ്ങുമ്പോൾ പാർവതി മാത്രം മുറിയുടെ കുറ്റിയിടാതെ പുറത്തെ വട്ടമരച്ചോട്ടിലേക്ക് നോക്കിയിരുന്നു. കാത്തിരുന്നു, ചങ്കിടിക്കുന്നു, രാത്രി മൊത്തം ചുറ്റി നടന്നു ഗൂർഖകളെ പോലെ. കാത്തിരുന്നു, ചങ്കിടിക്കുന്നു, രാത്രി മൊത്തം ചുറ്റി നടന്നു ഗൂർഖകളെ പോലെ. കാത്തിരുന്നു, ചങ്കിടിക്കുന്നു. മുള്ളുകമ്പി കാൽത്തുടയിൽ കൊണ്ടു മുറിഞ്ഞു. ചെളിവെള്ളമുള്ള കുളത്തിനുള്ളിൽ പുള്ളി മറിഞ്ഞു.
ഇതോർത്തപ്പോൾ അവൾക്ക് പരവേശം തോന്നി. പോത്തുപോലും വെള്ളം കുടിക്കാത്ത ആ നേരത്തെ ഒറ്റക്കൂശ വെള്ളം ഒറ്റ വലിക്കകത്താക്കി. സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ കൊഴിഞ്ഞു വീണു. കൊള്ളിയാൻ മുന്നിൽ മുറ്റത്തെ വട്ടമരച്ചോട്ടിൽ കുടയും ചൂടി നിൽക്കുന്ന പങ്കജാക്ഷൻ ചേട്ടനെ അവൾ കണ്ടു. ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കുടയ്ക്കുള്ളിൽ കയറി. അവളെ മാറോട് ചേർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കറക്റ്റ് 12 പഠിക്കലോട്ടോ എത്തും. പാർവതി നാം ഇന്നു രാത്രി സ്റ്റാൻഡിലെത്തേണം. സ്പീഡിൽ ഫാസ്റ്റിൽ കേറേണം. കറക്റ്റ് 12 പഠിക്കലോട്ടോ എത്തും. പാർവതി നാം ഇന്നു രാത്രി സ്റ്റാൻഡിലെത്തേണം. സ്പീഡിൽ ഫാസ്റ്റിൽ കേറേണം. നീ ഉറങ്ങി പോകരുതേ, എൻ്റെ കൂടെ പോന്നിടുമ്പോൾ നീ കരയരുതേ. നിന്റെ ഫാദർ ഉണർന്നാലോ രണ്ടുപേർക്കും അതു കുഴപ്പം. ഇന്നു നിന്റെ വസ്ത്രമെല്ലാം പായ്ക്കു ചെയ്യണം. രാത്രി കാത്തു നിൽക്കണം. കറക്റ്റ് 12 പഠിക്കലോട്ടോ എത്തും. പാർവതി നാം ഇന്നു രാത്രി സ്റ്റാൻഡിലെത്തേണം. സ്പീഡിൽ ഫാസ്റ്റിൽ കേറേണം. എൻ്റെ പൊന്നു ചേട്ടാ, ഡ്രസ്സ് എടുക്കാൻ ഒരു രക്ഷയുമില്ല. എല്ലാം അമ്മയ്ക്കടെ പെട്ടിക്കാത്ത. പിന്നെ ഓട്ടോ ഇങ്ങോട്ട് വരുത്തിയാൽ ഡൗട്ട് തോന്നും. ചേട്ടനൊരു കാര്യം ചെയ്യേ, നാളെ അമ്പലത്തിൽ ഉത്സവത്തിന് പരിപാടി കാണാൻ ഞങ്ങളെല്ലാം പോകുന്നുണ്ട്. ചേട്ടൻ ആ പപ്പനാവൻ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് ഓട്ടോയുമായിട്ട് കാത്തു നിന്നാൽ മതി. പരിപാടി ഇൻ്റർവെൽ ആകുമ്പം എങ്ങനെയെങ്കിലും ഞാൻ മുങ്ങി വരാം. നീ വരുമോ പാർവതി? ഷുവർ. എല്ലാം പ്ലാൻ ചെയ്ത് അവർ പിരിഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം പപ്പനാഭൻ ചേട്ടൻ്റെ വീടിന് സമീപം പങ്കജാക്ഷൻ ഓട്ടോറിക്ഷയുമായി കാത്തു നിന്നു. ആ സമയം ആ വീട്ടിൽ നിന്നും ഉയർന്ന സംഭാഷണം അദ്ദേഹം ശ്രദ്ധിച്ചു. കച്ചേരി ഇന്ന് കച്ചേരി, അടുത്ത ക്ഷേത്രത്തിൽ ഉടനെ നീ വാ. കെട്ടിയോനെ ഒന്നു നിൽക്കുന്നേ, എന്റെ മേക്കപ്പ് ശരിയാണോ നീ? നീ സെറ്റെടുത്ത് പൊട്ടു തൊട്ടു നോക്കി നിന്നു ഞാൻ മടുത്തു. കച്ചേരി ഇന്ന് കച്ചേരി, അടുത്ത ക്ഷേത്രത്തിൽ ഉടനെ നീ വാ. കെട്ടിയോനെ ഒന്നു നിൽക്കുന്നേ, എന്റെ മേക്കപ്പ് ശരിയാണോ നീ? നാൾ വന്നൊരു ബാലേ, ഈ നാട്ടുകാർ കൂവിയ കേട്ടോ. ഓടിയ നായികമാരെ ചീഞ്ഞ തക്കാളിക്കെറിഞ്ഞതും കണ്ടു. നിന്റെ ഈ വല്ലാത്ത മേക്കപ്പ് നിർത്തിയൊന്ന് ഓടിവാ ടെമ്പിളിൽ നേരമാ. വേദി തൻ മുമ്പിലാ ചെന്നിരുന്നില്ലെങ്കിൽ കച്ചേരി കാണുവാൻ മേല. പൊട്ടു തൊട്ടു നോക്കി നിന്നു ഞാൻ മടുത്തു. കച്ചേരി ഇന്ന് കച്ചേരി, അടുത്ത ക്ഷേത്രത്തിൽ ഉടനെ നീ വാ. കെട്ടിയോനെ ഒന്നു നിൽക്കുന്നേ, എന്റെ മേക്കപ്പ് ശരിയാണോ നീ? പറഞ്ഞതുപോലെ തന്നെ പാർവതി എത്തി.
ഫാസ്റ്റിലിരിക്കുമ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് ചോദിച്ചു. രണ്ടും കൽപ്പിച്ച് പറഞ്ഞു വടവളഞ്ഞി. മദ്രാസിൽ പണ്ട് പണി ചെയ്തിരുന്ന ഒരു ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പാണ് ലക്ഷ്യം. എവിടെ താമസിക്കുമെന്നോ എങ്ങനെ ജീവിക്കുമെന്നോ യാതൊരു രൂപവുമില്ല. കയ്യിൽ കുറച്ച് പണമുണ്ട്. വർക്ക്ഷോപ്പിലെ മുതലാളിയെ കണ്ടാൽ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരും. എവിടെയെങ്കിലും ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്ത് തൽക്കാലം കഴിയാം. അതിനിടെ പാർവതിയുടെ നാടിനെക്കുറിച്ചും പങ്കജാക്ഷൻ ഓർത്തു. ആ നാട്ടിലെല്ലാവർക്കും കഴിവുണ്ട്, ആണുങ്ങൾക്കൊക്കെ പണിയുണ്ട്. ആ നാട്ടിലെല്ലാവർക്കും കഴിവുണ്ട്, ആണുങ്ങൾക്കൊക്കെ പണിയുണ്ട്. മാടക്കടയിലും റേഷൻ കടയിലും കച്ചോടമുണ്ട്. മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി നടന്ന നലഭരകന്യകളെയും കാണാം. ആ നാട്ടിലെല്ലാവർക്കും കഴിവുണ്ട്, ആണുങ്ങൾക്കൊക്കെ പണിയുണ്ട്. മാടക്കടയിലും റേഷൻ കടയിലും കച്ചോടമുണ്ട്. ഒരു തരം ചെറുതണുപ്പ പകല്. ഒക്കത്തൊരു കൂടം വെച്ച് ഒക്കാത്ത വാക്കുകൾ ചൊല്ലി, ഒക്കത്തൊരു കൂടം വെച്ച് ഒക്കാത്ത വാക്കുകൾ ചൊല്ലി. ഒത്തിരി പെണ്ണുങ്ങൾ ടാപ്പിന്റെ മുന്നിൽ ഒത്ത പോലൊക്കെ നിൽക്കും. ഒത്തിരി പെണ്ണുങ്ങൾ ടാപ്പിന്റെ മുന്നിൽ ഒത്ത പോലൊക്കെ നിൽക്കും. ഞാൻ വരും ഈ വഴി നാളേറെ ചെന്നാലും തൽക്കാലം പോട്ടെ. ടാറ്റാ. ആ നാട്ടിലെല്ലാവർക്കും കഴിവുണ്ട്, ആണുങ്ങൾക്കൊക്കെ പണിയുണ്ട്. മാടക്കടയിലും റേഷൻ കടയിലും കച്ചോടമുണ്ട്. മദ്രാസിലെത്തി പഴയ മുതലാളിയെ കണ്ടു. അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ട് കിഡ്നി തെരുവിൽ ഒരു ചെറിയ മുറി കിട്ടി. ജോലിക്കായി പല വാതിലും മുട്ടി, ഒന്നും തുറന്നില്ല. ഓട്ടോറിക്ഷ ഓടിക്കാൻ പണ്ട് പഠിച്ചിരുന്നു. മറ്റു പണി അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തു. 2 മാസം ജീവിക്കാനുള്ള പൈസ കൊണ്ട് 5-6 മാസം തള്ളി നീക്കി. എല്ലാം സഹിക്കുന്നവളാണ് തൻ്റെ ഭാര്യ. ജീവനതുല്യം എന്നെ സ്നേഹിക്കുന്നവൾ, ഉടുതുണിയോടെ എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നവൾ. ഇല്ലവല്ലായ്മകൾ ഒരുമിച്ച് സഹിച്ചു. ഒരു ദിവസം അറിയാതെ അവൾ പറഞ്ഞു, ചീട്ടിത്തുണിയേലും കിട്ടിയെന്നാലിന്നൊരു ബ്ലൗസോ തയ്പ്പിച്ചേനേ. ചീട്ടിത്തുണിയേലും കിട്ടിയെന്നാലിന്നൊരു ബ്ലൗസോ തയ്പ്പിച്ചേനേ. തുന്നലറിയില്ല, തുന്നൽ കട എവിടെന്നറിയില്ല. പിഞ്ചിപ്പറിഞ്ഞ
ചീട്ടിത്തുണിയിലും കിട്ടിന്നാലിന്നൊരു ബ്ലൗസു തയ്പ്പിച്ചേനേ. തുന്നലറിയില്ല, തുന്നൽ കടയെവിടെന്നറിയില്ല. പിഞ്ചിപ്പറിഞ്ഞ ഈ ബ്ലൗസു നനച്ചെന്നാൽ പിന്നെയും കീറിപ്പോകും. ചേട്ടാ വാങ്ങി തയ്പ്പിക്കാമോ? ചീട്ടിത്തുണിയിലും കിട്ടിന്നാലിന്നൊരു ബ്ലൗസു തയ്പ്പിച്ചേനേ. പട്ടിണി എന്തെന്ന് ശരിക്കും മനസ്സിലായി. ഉടുതുണിക്കും മറുതുണിയില്ലാത്ത അവസ്ഥ. നല്ലവനായ ഭർത്താവ് സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. ജോലി തിരക്കി രാപകൽ അലഞ്ഞ് ക്ഷീണിച്ച് കയറി വരുന്ന ഭർത്താവിനെ ഉള്ളത് കൊടുത്ത് ആശ്വസിപ്പിക്കും. തിരിച്ച് നാട്ടിലേക്ക് എന്നാൽ അച്ഛൻ തന്നെ വെച്ചേക്കില്ല. ഏതായാലും നനച്ചിറങ്ങി. യാതൊരു പരിചയവുമില്ലാത്ത ഈ നാട്ടിൽ ജീവിക്കാൻ ഭാഷ പോലും വശമില്ല. 6 മാസം കൊണ്ട് ഭാഷ അല്പം പഠിച്ചു. ഒരു ദിവസം രാവിലെ മനുഷ്യാവയവങ്ങൾ വാങ്ങുന്ന ഒരു ഏജന്റ് ആ കോളനിയിലെ എല്ലാവരും കേൾക്കെ പറഞ്ഞു, കാശില്ലാത്തോർ വാ കിഡ്നി വാങ്ങാം, ഏറെ കാശും നൽകാം, കിഡ്നി ദാതാ. പേര് വേഗം തന്നാൽ രജിസ്റ്റർ ചെയ്യാം, ബ്ലഡ് ഗ്രൂപ്പും നോക്കി ഉടനെ വാ. പേര് വേഗം തന്നാൽ രജിസ്റ്റർ ചെയ്യാം, ബ്ലഡ് ഗ്രൂപ്പും നോക്കി ഉടനെ വാ. പല പല ഗ്രൂപ്പും ഞാൻ വാങ്ങിയിടും, പണം നൽകിയതേ നോക്ക് നോട്ടിൽ. കാശില്ലാത്തോർ വാ കിഡ്നി വാങ്ങാം, ഏറെ കാശും നൽകാം, കിഡ്നി ദാതാ. കിഡ്നി കൊടുക്കാൻ ഉറച്ചപ്പോൾ ഭർത്താവ് എതിർത്തു. പട്ടിണിയുടെ കാഠിന്യം കൊണ്ട് ജീവിതത്തിൽ ആദ്യമായി ഭർത്താവിൻ്റെ വാക്കിനെ ധിക്കരിച്ചു. ഏജന്റിനോട് അഡ്വാൻസ് വാങ്ങി. അന്നവർ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു. പാർവതി പറഞ്ഞു, ചേട്ടാ നമുക്കും ജീവിക്കണം. ചേട്ടൻ ജോലിക്ക് വേണ്ടി രാപകൽ അലയുകയല്ലേ. ഈ കിഡ്നി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ചേട്ടനൊരു ഓട്ടോറിക്ഷ വാങ്ങണം. ചേട്ടൻ തന്നെ ഓടിക്കണം. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ എല്ലാം ശരിയാണ്. പങ്കജാക്ഷൻ്റെ കണ്ണും മൂക്കും നിറഞ്ഞു. കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞു. പണം കിട്ടിയ ആ ആഴ്ചയിൽ തന്നെ ഭാഗ്യത്തിന് ഡ്രൈവിംഗ് ലൈസൻസും കിട്ടി. പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ വാങ്ങി. പിന്നീട് അങ്ങോട്ട് വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരുന്നു. ഭാഗ്യദേവത അവൻ്റെ കൂടെ തന്നെ നിന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയപ്പോൾ പാർവതിയുടെ ഒരു കണ്ണുകൂടി വിൽക്കുവാൻ പങ്കജാക്ഷൻ അവളെ പ്രേരിപ്പിച്ചു. അവൾ സന്തോഷത്തോടെ അനുസരിച്ചു. ഒരു ദിവസം പാർവതി ഭർത്താവിനോട് പറഞ്ഞു, പണമുണ്ടായാൽ വഴിയുടെ അരികിൽ ഒരു ചെറു പ്ലോട്ട് ഉടനെ വാങ്ങാം. മതിലും ഗേറ്റും ഉറപ്പുള്ളതിൽ വേണം. കഴിവുണ്ടായാൽ ഇരുനില പണിയേണം. പണമുണ്ടായാൽ വഴിയുടെ അരികിൽ ഒരു ചെറു പ്ലോട്ട് ഉടനെ വാങ്ങാം. മതിലും ഗേറ്റും ഉറപ്പുള്ളതിൽ വേണം. കഴിവുണ്ടായാൽ ഇരുനില പണിയേണം. പണമുണ്ടായാൽ വഴിയുടെ അരികിൽ ഒരു ചെറു പ്ലോട്ട് ഉടനെ വാങ്ങാം.
ഒരു പ്ലോട്ട് ഉടനെ വാങ്ങാം. മതിലും ഗേറ്റും ഉറപ്പുള്ളതിൽ വേണം. കഴിവുണ്ടായാൽ ഇരുനില പണിയണം. പണമുണ്ടായാൽ വഴിയുടെ അരികിൽ ഒരു ചെറു പ്ലോട്ട് ഉടനെ വാങ്ങാം. ഈശ്വരൻ അനുഗ്രഹിച്ചപ്പോൾ, പട്ടിണി പമ്പ കടന്നപ്പോൾ, വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കുവാനുള്ള ആഗ്രഹത്താൽ പണം പലിശയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. വാഹനങ്ങളുടെ വരുമാനവും പലിശപ്പണത്തിന്റെ വരവും കൂടിയപ്പോൾ പങ്കജാക്ഷൻ അവനെ മറന്നു, ചുറ്റുപാടുകൾ മറന്നു. ഭർത്താവിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തന്റെ ശരീരത്തിന്റെ പല പാർട്സുകളും നൽകിയ പ്രിയപ്പെട്ട ഭാര്യയായ പാർവതിയെ മറന്നു. പണത്തിന്റെ മായാലോകത്തിൽ മനുഷ്യത്വമില്ലാത്ത മനുഷ്യനായി അവൻ മാറി. പല പല സ്വപ്നങ്ങൾ, അതിൽ ചില ബന്ധങ്ങൾ, മറക്കും മനുഷ്യർ ചില നേരത്തിൽ. പണം കയ്യിൽ വന്നെന്നാൽ നിലയൊന്നുയർന്നെന്നാൽ സുഖിക്കും അവരപ്പോൾ പല മോഡലിൽ, പ്ലാനിൽ പല മോഡലിൽ. പല പല സ്വപ്നങ്ങൾ, അതിൽ ചില ബന്ധങ്ങൾ, മറക്കും മനുഷ്യർ ചില നേരത്തിൽ. പണം കയ്യിൽ വന്നെന്നാൽ നിലയൊന്നുയർന്നെന്നാൽ സുഖിക്കും അവരപ്പോൾ പല മോഡലിൽ, പ്ലാനിൽ പല മോഡലിൽ. പല പല സ്വപ്നങ്ങൾ. ശരിയേത് തെറ്റേതെന്നറിയാതെ അവരപ്പോൾ പാപത്തിൻ പങ്കാളിയാകും. ശരിയേത് തെറ്റേതെന്നറിയാതെ അവരപ്പോൾ പാപത്തിൻ പങ്കാളിയാകും. നിയമങ്ങൾ ചമയ്ക്കും തെറ്റിന്റെ മാറത്ത് മാനിന്റെ കുപ്പായം പുതയ്ക്കും. നിയമങ്ങൾ ചമയ്ക്കും തെറ്റിന്റെ മാറത്ത് മാന്യന്റെ കുപ്പായം പുതയ്ക്കും. പതനത്തിൻ സ്നേഹത്തിനായി അവർ കൊതിക്കും. ലല്ലല്ലാ 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 ലല്ലല്ലാ. പല പല സ്വപ്നങ്ങൾ, അതിൽ ചില ബന്ധങ്ങൾ, മറക്കും മനുഷ്യർ ചില നേരത്തിൽ. പണം കയ്യിൽ വന്നെന്നാൽ നിലയൊന്നുയർന്നെന്നാൽ സുഖിക്കും അവരപ്പോൾ പല മോഡലിൽ, പ്ലാനിൽ പല മോഡലിൽ. പല പല സ്വപ്നങ്ങൾ. നാളേറെ കഴിഞ്ഞിട്ടും ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് പങ്കജാക്ഷൻ പാലിച്ചില്ല. പണമുണ്ടായാൽ ഇതേ ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു കിഡ്നി വാങ്ങിത്തരാമെന്നും അതുപോലെ കണ്ണും വാങ്ങിത്തരാമെന്നും പറഞ്ഞിരുന്ന പങ്കജാക്ഷൻ പണത്തിന്റെ കുത്തൊഴുക്കിൽ എല്ലാം മറന്നു. അല്ല, മറന്നവനെ പോലെ നടിച്ചു. പാർവതിയോടുള്ള സ്നേഹത്തിന്റെ അളവ് കുറഞ്ഞു. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി അവൻ നടന്നു. വല്ലപ്പോഴും ഒരിക്കൽ കിഡ്നിയുടെയോ കണ്ണിൻ്റെയോ കാര്യം ഓർമ്മപ്പെടുത്തിയാൽ അസഭ്യ വാക്കുകളിൽ ഏറ്റവും കട്ടി കൂടിയത് തിരഞ്ഞെടുത്ത് പാർവതിയുടെ നേരെ പ്രയോഗിച്ചു. തകർന്ന ഹൃദയത്തോടെ അവൾ പൊട്ടി പൊട്ടിക്കരഞ്ഞു. പെട്ടെന്നൊരു ദിവസം പങ്കജാക്ഷൻ കിഡ്നിയും കണ്ണും വാങ്ങിത്തരാമെന്ന് ഉറപ്പ് കൊടുത്തു. പാർവതിയെ പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പങ്കജാക്ഷന്റെ മാറിൽ ചേർന്നിരുന്ന് അവൾ ആനന്ദ നിർവൃതി കൊണ്ടു. ഒരാശുപത്രിയുടെ മുന്നിൽ കാർ നിന്നു. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററുകൾ റെഡിയായി. പാർവതിയെ ഓപ്പറേഷൻ റൂമിൽ കയറ്റി ബോധം കെടുത്തി. പണത്തിന്റെ തിളക്കം മൂലം കണ്ണിന് തിമിരം ബാധിച്ച പങ്കജാക്ഷൻ
നല്ല വില നൽകാമെന്ന് ആരോ പറഞ്ഞപ്പോൾ നല്ലവളിൽ നല്ലവളായ തന്റെ സ്വന്തം ഭാര്യയുടെ അവശേഷിച്ച കിഡ്നിയും കണ്ണും അയാൾ മനഃപൂർവ്വം വിൽക്കുകയായിരുന്നു. പിന്നീട് ആരും പാർവതിയെ കണ്ടില്ല. നീ വിട പറയുമ്പോൾ മനുഷ്യ ഹൃദയം പിടയുന്നു. നീ വിട പറയുമ്പോൾ മനുഷ്യ ഹൃദയം പിടയുന്നു. ഒരു കണ്ണു നൽകിയതും ഒരു കിഡ്നി നൽകിയതും പ്രിയനെ സ്നേഹിച്ചു നൽകിയതോ. നീ വിട പറയുമ്പോൾ മനുഷ്യ ഹൃദയം പിടയുന്നു. ദുഷ്ടന്മാരീ നാട്ടിൽ മൊത്തത്തിൽ പെണ്ണിനെ വഞ്ചിച്ചു ജീവിക്കുന്നു. ദുഷ്ടന്മാരീ നാട്ടിൽ മൊത്തത്തിൽ പെണ്ണിനെ വഞ്ചിച്ചു ജീവിക്കുന്നു. ശനിദശയോ ശാപവിധിയോ, ശനിദശയോ ശാപവിധിയോ, ചുണയുള്ള പെണ്ണുങ്ങൾ അടരാടുമോ. നീ വിട പറയുമ്പോൾ മനുഷ്യ ഹൃദയം പിടയുന്നു. ഒരു കണ്ണു നൽകിയതും ഒരു കിഡ്നി നൽകിയതും പ്രിയനെ സ്നേഹിച്ചു നൽകിയതോ. നീ വിട പറയുമ്പോൾ മനുഷ്യ ഹൃദയം പിടയുന്നു. അവളുടെ കിഡ്നിയും കണ്ണും ഉപയോഗിച്ച് ഇന്നും ഈ ഭൂമിയിൽ ആരൊക്കെയോ ജീവിക്കുന്നു. പാർവതിയുടെ ആത്മാവ് അനാഥമായി അലയുന്നു.